പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ചതിൽ നടൻ അല്ലു അർജുനെ ചോദ്യം ചെയ്യാൻ തെലങ്കാന പോലീസ്. താരം അല്പസമയത്തിനകം ചിക്കടപ്പള്ളി സ്റ്റേഷനിൽ ഹാജരാകും. താരം ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതേസമയം അനാവശ്യ പ്രസ്താവനകൾ വേണ്ടെന്ന് നേതാക്കളോട് കോൺഗ്രസ് നിർദ്ദേശിച്ചു. AP നദീറ നൽകും കൂടുതൽ വിവരങ്ങൾ. AP നദീറ, ചിക്കടപ്പള്ളിയിലേക്ക് അല്ലു അർജുൻ പോകുന്നു. അതേസമയം തന്നെ കോൺഗ്രസ് ഉന്നത നേതാക്കളെ അല്ലു അർജുന്റെ ഭാര്യാപിതാവ് കണ്ടതിന്റെ പ്രയോജനവും കാണുന്നുണ്ടല്ലോ മറുവശത്ത്. തീർച്ചയായും സുജയ, ഇപ്പോൾ ബഞ്ചാര ഹിൽസിലെ വീട്ടിൽ നിന്ന് ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലു അർജുൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ ബഞ്ചാര ഹിൽസിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമാണ് ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കുള്ളത്. അവിടെ വരെ അദ്ദേഹം വാഹനം ഓടിച്ച് പോവുകയാണ്. അദ്ദേഹത്തിന് വലിയൊരു അകമ്പടി തന്നെയുണ്ട്. അതായത് ഭാര്യാപിതാവ് ഒപ്പമുണ്ട്, ഒപ്പം തന്നെ അഭിഭാഷക സംഘവും പിന്നെ കുറെ അംഗരക്ഷകരുടെ സംഘവും ഒക്കെ ചേർന്നാണ് ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രയാണം. 11 മണിക്ക് ഹാജരാവാനാണ് ചിക്കട്പള്ളി പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നരഹത്യാ കേസിൽ 11ാം പ്രതിയാണ് അല്ലു അർജുൻ. അല്ലു അർജുനെ അന്ന് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഒരിക്കൽ പോലും കസ്റ്റഡി ലഭിച്ചിരുന്നില്ല. ഇപ്പോഴാണ് അല്ലു അർജുനെ ചോദ്യം ചെയ്യാനുള്ള അവസരം പോലീസിന് ലഭിക്കുന്നത്. അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് അല്ലു അർജുൻ തന്റെ നിരപരാധിത്വം വിശദീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പോലീസ് അതെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് അല്ലു അർജുൻ എങ്ങനെ കുറ്റക്കാരനാകുന്നു എന്ന തെളിവുകളൊക്കെ നിരത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് അല്ലു അർജുനെ ചോദ്യം ചെയ്തത്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ ഇന്നലെ അല്ലു അർജുന്റെ ഭാര്യാപിതാവ് കണ്ടിരുന്നു. അതിന്റെ ഭാഗമായെന്നോണം അല്ലു അർജുനെതിരെയും തെലുഗു സിനിമാ ലോകത്തെക്കുറിച്ചുമൊക്കെയുള്ള പ്രസ്താവനകൾ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് കോൺഗ്രസ് നേതാക്കളെ വിലക്കിക്കൊണ്ട് TPCC അധ്യക്ഷൻ അവിടെ നിന്ന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് നേതാക്കൾക്കിടയിൽ നൽകിയ നിർദ്ദേശമാണ്. അക്കാര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ നിർദ്ദേശം നൽകാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഇദ്ദേഹം വന്ന് കണ്ടതുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് ഊഹിക്കാം. എന്തായാലും അല്ലു അർജുൻ ഇന്ന് ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിനായി 2 അംഗ പോലീസ് സംഘം അവിടെ തയ്യാറായി നിൽപ്പുണ്ട്. കേസിൽ 11ാം പ്രതിയാണ്. ഡിസംബർ 4-നായിരുന്നു ഈ സംഭവം സന്ധ്യ തിയേറ്ററിൽ അരങ്ങേറിയത്. ഒരു യുവതിക്ക് ജീവൻ നഷ്ടമാകുകയും അവരുടെ മകന് ഗുരുതരമായ പരിക്കേൽക്കുകയും ആ മകൻ കോമ ആകുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോഴും ബ്രെയിൻ ഡെത്ത് സംഭവിച്ച് അവിടെ ചികിത്സയിൽ കിംസ് ആശുപത്രിയിൽ തുടരുകയാണ് ഈ യുവതിയുടെ മകൻ, രേവതി എന്ന യുവതിയുടെ മകൻ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങളാണ് തെലങ്കാനയിൽ നടക്കുന്നത്. BRS-ഉം BJP-യും ഒരു ചേരിയായിക്കൊണ്ട് കോൺഗ്രസ് സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. തീർച്ചയായും നരഹത്യാ കേസിലാണ് നടൻ അല്ലു അർജുനെ ചിക്കടപ്പള്ളി സ്റ്റേഷനിൽ അല്പസമയത്തിനകം ചോദ്യം ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ ചോദ്യം ചെയ്യലാകുമ്പോഴേക്കും നദീറയിലേക്ക് വീണ്ടും എത്താം.